ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര എഫിഷ്യന്റ് ആയിട്ട് ഷോപ്പ് ചെയ്യുന്നത്. 50 എന്നുള്ളൊരു ബോർഡ് കണ്ടു, അതാണ് ഞാൻ ഇവിടെ 50 ആണ്. എനിക്ക് സ്വെറ്റേഴ്സ് വേണ്ട, നമുക്ക് സ്വെറ്റർ വേണ്ട, നമുക്ക് സ്വെറ്റർ വേണ്ട. It was at this moment that he knew he fucked up. No, നമുക്ക് സ്വെറ്റർ വേണ്ട, നമുക്ക് സ്വെറ്റർ വേണ്ട, നമുക്ക് വേണ്ടത് ജാക്കറ്റാണ്. ആ ബയ്യനെ സബ്സ്ക്രൈബ് ചെയ്യും. ഇവിടെ 100-ന് ഒരു ടോപ്പ് വരുന്നു. ഇത് വേറെ ഒരു ദിവസമാണ്. നമ്മൾ വിന്റർ ക്ലോത്ത്സ് വാങ്ങാനായിട്ട് പോവാണ് കേട്ടോ. നമ്മളപ്പോ ഒരു ലിപ്സ്റ്റിക് പോലും ഇട്ടിട്ടില്ല, സത്യം ഒന്നും ചെയ്തിട്ടില്ല. കാരണം വയ്യ, അത് കൂടാണ്ട് മടിയുണ്ട്. തണുത്തിട്ടാണ് കേട്ടോ. അപ്പൊ ഇതെന്റെ റൂംമേറ്റിന്റെയാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഒന്നും വാങ്ങിച്ചില്ലായിരുന്നു, കാരണം എക്സാമും ഒക്കെയായിരുന്നു. എക്സാമും കാരണവും ആ സമയത്ത് ഭയങ്കര വാങ്ങിക്കുന്നു വിചാരിച്ചു. പിന്നെ തിരക്കായി. പിന്നെ എങ്ങനെയോ ഞാൻ വിന്റർ സർവൈവ് ചെയ്ത്. എക്സാം കഴിഞ്ഞാൽ തന്നെ ഞാൻ വീട്ടിലേക്ക് പോകുന്നു. വിന്റർ തീരെ എന്നെ കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ തണുപ്പാവുന്നതിനോട്ട് വേഗം പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. വേഗമൊന്നും അല്ല, എന്നാലും തണുപ്പൊക്കെ ആയി. എൻ്റെ കയ്യിൽ ക്ലോത്ത്സ് ഇല്ല, അപ്പോൾ പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ബസ് വരുന്നുണ്ട് കേരള. ഇവിടേക്ക് നമുക്ക് മെട്രോ വഴി പോവാം. അതല്ലാതെ ബസ് വഴിയാണെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ നവരോജി നഗർ വഴി പോവാം, അല്ലെങ്കിൽ നമുക്ക് സരോജിനി നഗർ മാർക്കറ്റ് ആ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടും. ആൻഡ് ഇതിൽ മൂന്നിലും എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയി തോന്നിയ വഴിയാണ് ഞാൻ പോകുന്നത്. അതെ, സരോജിനി നഗർ മാർക്കറ്റ് വഴിയാണ് നമ്മളിന്ന് പോകുന്നത്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. ഇനി കുറച്ചടക്കാനുള്ളൂ. നമുക്ക് ഒരു മിനിറ്റ് കേട്ടോ. നമുക്ക് സരോജിനിക്ക് പോകാനായിട്ട് കുറേ വഴിയുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായി തോന്നിയൊരു വഴിയാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ, നമ്മൾ ഡ്രസ് എടുക്കാൻ പോകുന്നത് സരോജിനി. നമ്മൾ ഡ്രസ് എടുക്കാൻ പോകുന്നത് സരോജിനിക്കാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ പണി എപ്പോഴും നടക്കുന്നുണ്ടാവും. അപ്പോൾ പണി നടക്കണേൻ്റെയാണ് ഇതൊക്കെ. കാണിച്ചുതരാം. പണി നടക്കണേൻ്റെയാണ്. അതുകൊണ്ട് ഇവിടെ പൊടിയും ഉണ്ടാവും. അങ്ങോട്ട് കടക്കുന്നവരും പൊടി, അങ്ങോട്ട് കടക്കുന്നവരും പൊടി കൂടെ ഉള്ളു. അയ്യോ തണുക്കണ്. ഞാൻ ഇവിടെ നിന്ന് പറയാം, അതായിരിക്കും നല്ലത്. അപ്പോൾ സരോജിനിക്ക് പോകാൻ കുറേ വഴികളുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള വഴി ഇതാണ്. പക്ഷെ ഈ വഴി ഇപ്പം ഞാൻ ഈ കയറുന്ന വഴി സരോജിനിയുടെ ഫ്രണ്ടിലേക്കുള്ള ഭാഗത്തല്ല എത്താം. സരോജിനിയുടെ ഏതോ ഒരു മൂലയ്ക്ക് കൂടെയാണ് നമ്മൾ കയറാം. എന്നിട്ട് അങ്ങനെ എൻട്രി നമ്മുടെ ഫ്രണ്ട് വഴിയല്ല ഉണ്ടാവുക. അപ്പം ഇതൊരു സരോജിനി വ്ളോഗായിട്ട് കൂടി നമുക്ക് കാണാം. സരോജിനി വ്ളോഗ്. നമ്മളപ്പോൾ ബേസിക്കലി വിൻ്റർ ക്ലോത്ത്സ് എടുക്കാനായിട്ടാണ് പോകുന്നത്. നമുക്ക് വിൻ്റർ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ വഴി കാണിച്ചു തരാം. അവിടെ നിന്നാണ് ബസ് ഇറങ്ങി ഈ ഒരു വഴി ഇങ്ങോട്ട് തിരിഞ്ഞാൽ സരോജിനി എത്തി. അത്രയും നമുക്ക് നടക്കേണ്ടി വരുന്നുള്ളൂ, അത്രയും ക്ലോസ് ആണ്, അടുത്താണ്. ഓക്കെ, ഞാൻ ഷോപ്പ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. സരോജിനി, I'll show the Sarojini and the clothes that I would pick up. I don't know. ഈ വളവ് തിരിഞ്ഞു. അതാണ് ഗായ്സ് സരോജിനി. ഇതാണ്
ഇതാണ് ഗൈസ് സരോജിനി. ഇതാണ് സരോജിനി. ഇവിടെ മൊബൈൽ ഫോണൊക്കെ അടിച്ചു വരാൻ വളരെ അധികം. You've arrived at your destination. എല്ലാ സമയത്തും പോലെ ഇപ്രാവശ്യം വഴിതെറ്റി. സരോജിനി വന്ന പ്രത്യേകിച്ച് ഇത് ഞാൻ വഴി കണ്ടുപിടിക്കട്ടെ. കണ്ടോ, ഇതാണ് സരോജിനി. ഞാൻ എന്താ നോർമലി ചെയ്യാറെന്ന് വിചാരിച്ച, ഇപ്പം നമ്മൾ കയറില്ലേ ആ ഭാഗത്തുനിന്ന് സരോജിനിയുടെ ഫ്രണ്ട് ഭാഗം വരെ നടക്കും. പ്രൈസസ് നോക്കി നടക്കും. എന്നിട്ട് കാരണം തിരിച്ചൊരു ബസ് ആണെങ്കിൽ തിരിച്ച് അവിടേക്ക് തന്നെ അവിടേക്ക് തന്നെ എത്തണമല്ലോ. അപ്പം ഞാൻ അവിടം വരെ പ്രൈസ് നോക്കി നടക്കും. എന്നിട്ട് ഏറ്റവും കുറവ് പ്രൈസ് പണിയും. എന്നിട്ട് അവിടെ നിന്ന് വാങ്ങിച്ച് ലൈക്ക് വാങ്ങിക്കാനുള്ളത് തിരിച്ച് നടക്കും, എന്നിട്ട് വാങ്ങിക്കും. അതാണ് ഞാൻ ചെയ്യാറ്. പക്ഷെ ഇപ്പം ഞാൻ ഇടയ്ക്ക് വെച്ച് അച്ഛാ അപ്പോൾ ഇപ്പോൾ വഴി തെറ്റി. പക്ഷെ ഇതൊന്നല്ല സ്ഥലം. എവിടെയാണ് വഴി തെറ്റി ചോദിക്കട്ടെ കേട്ടോ ആരോടെങ്കിലും. അല്ലെങ്കിൽ ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കട്ടെ. വഴി തെറ്റിയില്ല, ഇത് തന്നെയായിരുന്നു. എനിക്ക് വഴി കിട്ടി. കണ്ടപ്പോഴും ഓർമ്മ വന്നു. പിന്നെ ഞാൻ ഒരു ബയ്യനോട് ചോദിച്ചു. അപ്പം ബയ്യ പറഞ്ഞപ്പോൾ എനിക്ക് കത്തി. ഈ ഒരു വളവൊക്കെ തിരിഞ്ഞ് ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു വഴിയുണ്ട്. ആ വഴിക്കൂടെ തിരിഞ്ഞ് നേരെ എൻ്റെ ഓർമ്മയാണ്. എത്ര വഴി വന്നാലും നേരെ നടന്നു. പക്ഷെ നമ്മളെ ഫ്രണ്ട് അവിടെ നിന്ന് പിന്നെ എനിക്കുണ്ടല്ലോ ഇപ്പം സരോജിനിയുടെ മെയിൻ ഗേറ്റ് ഉണ്ടല്ലോ പറഞ്ഞില്ലേ, മെയിൻ എൻട്രി. അവിടെ നിന്ന് കയറി എനിക്ക് വഴി തെറ്റില്ല. ആ വഴി എനിക്കറിയാം. നീ പയ്യ ആ വഴി എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ ഇവിടെ നിന്ന് കയറുമ്പോൾ ഫ്രണ്ടിലേക്ക് എത്തുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വഴി തെറ്റിപ്പോവും. എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതെന്ന് മനസ്സിലായി. കാരണം അത്രയ്ക്ക് ഒരേ പോലെയുള്ള കടകളും. അയ്യോ, ഞാൻ ഒന്നിൻ്റെയും പ്രൈസ് നോക്കില്ല. നോക്കിയേ പാവാടകൾ കണ്ടോ, പാവാടകൾ പല്ലാസു. ഞാൻ ഇവിടെ ഒരു നല്ല പാവാടകൾ. പക്ഷെ നമുക്ക് പോകും. ഉടുപ്പ് ഒരു കൊള്ളാലേ. Did you buy this overcoat from somewhere around here? ठीक है, आपने कहीं से आसपास लिया overcoat? क्यों? अच्छा, ഈ ഓവർകോട്ട് ഇപ്പോൾ ഇടുന്നതിന് മനസ്സിലാവും. ഇത് എൻ്റെ അല്ല, എൻ്റെ റൂംമേറ്റിൻ്റെ ആണ്. അവർ വിൻ്റർ ഷോപ്പിങ്ങിന് വന്നപ്പോൾ ഞാൻ വന്നില്ല. എനിക്ക് ആ സമയത്ത് വയ്യാണ്ടും എക്സാംസും ഒക്കെ ആയിട്ട്. അപ്പോൾ ചിലപ്പോൾ വെറുതെ ഒന്ന് ചോദിച്ചതായിരിക്കും, അറിയില്ല. ഇവിടെ നിന്ന് വാങ്ങിച്ചൊരു സാധനം അപ്പം തന്നെ ഇടാൻ പാടില്ല കേട്ടോ, കഴുകിയിട്ടൊക്കെ വേണം ഇടാനായിട്ട് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ചില സമയത്തൊക്കെ കഴുകിയിട്ട് ഉപയോഗിക്കും, ചില സമയത്തൊക്കെ നോക്കിയിട്ട് ഉപയോഗിക്കും. നമ്മൾ പിന്നെ ഒരു സാധനം വാങ്ങുമ്പോൾ നല്ലോണം തപ്പി എടുക്കണം. വഴി തെറ്റിയോ? ഓ, എന്തോ അഗർബത്തി കുഞ്ഞുമക്കളുടെ എന്താ രസം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പം, നമുക്ക് വേണ്ട വാങ്ങിക്കേണ്ട സാധനം എന്താന്ന് നമ്മൾ മറന്നു. അയ്യോ, പിന്നെയും വഴി തെറ്റി.
ടോട്ടി ബാഗ്. കൂളിംഗ് ഗ്ലാസ്. എനിക്കൊരു കൂളിംഗ് ഗ്ലാസ് ഇല്ല. ഇവിടെ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? ഒന്നത് ഇവിടേക്കല്ല. ഭയ്യ ഒന്ന് ചോദിക്കാം. ഭയ്യ ഇത് ഇതിൽ കൂടെ അല്ല ഇപ്പം നമ്മൾ വന്ന? അല്ല അതിൽ കൂടെ വന്ന്. പക്ഷേ ഇത് റൈറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ തിയറി അനുസരിച്ച് നേരെയാണ് നടക്കേണ്ടത്. ഇത് നേരെയാണ്. ഈ വഴിതെറ്റി നടക്കണതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. നടന്ന് ഭയ്യ മെട്ടില്ലേ നെയ് ഭയ്യ. തിരിച്ചടക്കുമ്പോഴേ നമ്മൾ വാങ്ങിക്കുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് അവിടെ വരെ നടക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചടക്കുക മാത്രമേ നമ്മൾ സ്ഥലങ്ങൾ വാങ്ങിക്കുള്ളൂ. എവിടെയാണ് എൻ്റെ 80 രൂപയ്ക്ക് ടോപ്പ്. ഇവിടെ ഉണ്ട് കേട്ടോ 80 രൂപയ്ക്ക് ടോപ്പ്. കണ്ടോ പറഞ്ഞത്. നമ്മൾ ചിലപ്പോൾ ഉണ്ടല്ലോ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ടായിരിക്കും എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ इसको कितना भैया? 150 का सेट है, कोई सा भी ले लो, वॉइस वाला भी है इसमें। അങ്ങനെയാണ് നമ്മളുടെ ശ്രദ്ധ തെറ്റും. നമ്മൾ നെയ് ഭയ്യൻ്റെ ബൊമ്മകള്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് ശ്രദ്ധ തെറ്റും. നമ്മൾ പറഞ്ഞിട്ട് മറന്നുപോയി. നമ്മളൊരു സാധനം വാങ്ങിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേ സാധനം നമുക്ക് അതിനേക്കാൾ പകുതി വിലക്ക് കാണും. അപ്പൊ നമുക്ക് നമ്മുടെ ഹൃദയം തകർന്നു. നൂറ് നോക്കണം. വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പൈസ ഉണ്ടെങ്കിൽ നോക്കാം. പൈസ ഉണ്ടെങ്കിൽ നോക്കാം. ഓക്കെ. ഫ്രണ്ടിലെത്തി. ഞാൻ സരോജിനി ഫ്രണ്ടിൽ നിന്ന് കാണിച്ചായിരുന്നു നിങ്ങൾക്ക്. നമ്മൾ ഫ്രണ്ടിലെത്തി. നമ്മളിതുവരെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇതാണ് ഗൈസ് സരോജിനിയുടെ ഫ്രണ്ട്. ലൈക്ക് ഫ്രണ്ട് മീൻസ് മെയിൻ എൻട്രൻസിലാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സരോജിനി ഇവിടെ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. ഞാൻ വേറെ ആരും പറയില്ലേ, ഞാൻ അങ്ങനെ പിന്നെ നോക്കാം, തുടങ്ങാം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സ്വെറ്റർ വേണ്ട. എനിക്ക് വേണ്ടത് ഇതേപോലത്തെ അല്ലെങ്കിൽ ജാക്കറ്റ്, ഒരു ഫുൾ സൈസ് ജാക്കറ്റ് അതാണ് എനിക്ക് വേണ്ടത്. കാരണം അപ്പം എന്ത് നമ്മൾ ഉള്ളിലിട്ടാലും പുറത്തു കഴിഞ്ഞാൽ തണുക്കില്ലല്ലോ. എനിക്കിഷ്ടപ്പെട്ടു. ദിസ് വൺ കാണുന്നില്ല. പിന്നെ kindly don't judge my shopping skills because എനിക്ക് അത്രയ്ക്ക് വലിയ ഷോപ്പിംഗ് സ്കിൽസ് ഒന്നും ഇല്ല. എനിക്ക് അമ്മയാണ് ഡ്രസ്സൊക്കെ എടുത്തരാറ്. അമ്മയ്ക്ക് നല്ല ഷോപ്പിംഗ് സ്കിൽസ് ആണ്. എൻ്റെ ചേച്ചിക്കും നല്ല ഷോപ്പിംഗ് സ്കിൽസ് ആണ്. നോട്ട് ദാറ്റ് ഗുഡ് അറ്റ് ഇറ്റ്. അതുകൊണ്ട് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വരാത്തത് അതുകൊണ്ട്. കാരണം ഐ എം നോട്ട് ഗുഡ് അറ്റ് ഇറ്റ്. വാങ്ങിക്കട്ടെ. നമ്മൾ ഇങ്ങനത്തെ കടയിൽ നിന്ന് അവർ പൈസ കുറയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും. അവർ മിക്കവാറും കുറയ്ക്കില്ല പൈസ. നമ്മൾ ഈ കടകളിൽ നമ്മൾ നോക്കും. നല്ല ഭംഗി. 50 ले जाओ मैडम, अंदर जाइए, देख लो. 150 रुपए लगा दिए. जाइए आप. हाँ बनाओ. जाइए आप, हमारी यही है दुकान. जाओ.
ले जाओ 150 रुपए 50 എന്നുള്ളൊരു ബോർഡ് കണ്ടു, അതാണ് ഞാൻ അവിടെ നിന്നത്. 50 तो 50 भैया. 150 रुपए. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ സ്വെറ്റേഴ്സ് ആണ്. എനിക്ക് സ്വെറ്റേഴ്സ് വേണ്ട. വേണം, ഞാൻ കാണും. മൂന്നെണ്ണത്തിന് 150 എന്ന് പറയുന്നത്. ബട്ട് ദി ക്വസ്റ്റ്യൻ ഈസ് ഡു ഐ വാണ്ട് സ്വെറ്റേഴ്സ് ആണ് ക്വസ്റ്റ്യൻ. നോക്കട്ടെ, നടന്നിറങ്ങി. കാരണം നമുക്ക് സ്വെറ്റർ വേണ്ട, പക്ഷെ അവിടെ ഒരു നല്ല ഒരു ഇത് കണ്ടു, ഫ്ലവേഴ്സ് ഒക്കെ ഉള്ളത്, ഒരു കോട്ട് ക്രിസ്മസിനൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ എനിക്കത് വേണ്ട. നമ്മളത് വാങ്ങിക്കാനല്ലോ, നമ്മളൊരു ജാക്കറ്റ് വാങ്ങിക്കാനല്ലോ. നല്ല രസമില്ല ബ്ലൂ. ബട്ട് നോ, നമുക്ക് സ്വെറ്റർ വേണ്ട, നമുക്ക് വേണ്ടത് ജാക്കറ്റാണ്. ഓക്കെ, നമുക്ക് വേണ്ടത് ജാക്കറ്റാണ്. സ്വെറ്റർ എന്നിട്ട് ജാക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് പൈസ ഉണ്ടെങ്കിൽ സ്വെറ്റർ വാങ്ങിക്കാം. ആ ബയ്യ എന്നെ സബ്സ്ക്രൈബ് ചെയ്തു, യൂട്യൂബ് ചാനലൊക്കെ ചോദിച്ച് സബ്സ്ക്രൈബ് ചെയ്തു. ഗൈസ്, ആണ് കേട്ടോ ഇവിടെ ജാക്കറ്റിന്. ഫുൾ ജാക്കറ്റ് ഇവിടെ 100-ന് നല്ലതാ. ഒരു ടോപ്പ് കണ്ടു, നല്ല രസമുണ്ട്. But no, നമുക്ക് വേണ്ട. നമുക്കത് വേണ്ട. നമ്മൾ ജാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളുടെ സ്ഥലം. ഓക്കെ, this is the place. കാരണം I'll show you the reason. ചിക്കാരോ എന്തോ പേരുണ്ട് അത്ര. ഇവരൊക്കെ നോക്ക്, ഇതൊക്കെ എടുത്ത് റോഡാണ്. അതുണ്ടോ കടകളെല്ലാം പെട്ടെന്ന് ഊരിടുക. എന്താ എന്തോ ആരൊക്കെ വരുന്നത്ര അറിയില്ല. പിന്നെ ഇടയ്ക്ക് ഇവരിങ്ങനെ ഊരും. എപ്പോഴാന്നറിയോ? ചോർ ചോർ. പിന്നെ നമ്മളെത്തി ഈ ഒരു കടയിൽ. ഫോട്ടോകളുണ്ട്. കുറേ നടന്ന് അങ്ങനെ ഈ ഒരു കടയിലെത്തി. ഇവിടുന്ന് ഞാൻ ഒരു ടോപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോഴേ കോട്ടുകൾ ആൻഡ് അതിൽ നല്ല കോട്ടുകളുണ്ട്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഞാനപ്പോൾ നോക്കാണോ പോക്കറ്റ് എത്രയുണ്ട് നോക്കാം, എന്നിട്ട് ഞാൻ വാങ്ങിക്കട്ടെ. तो हमने ये दो एक कोट नहीं 2 कोट और एक टॉप तीसरा. तो हमने ये दोनों खरीद लिया है. എന്ത് ചെയ്യും? അപ്പം ജാക്കറ്റും ഒരു ടോപ്പും ഞാൻ എടുത്തു. എക്സ്ക്യൂസ് മീ. ആൻഡ് 2 കോട്ട് നമ്മളെടുത്തത് 160 രൂപയ്ക്കാണ്. ആൻഡ് ഒരു ടോപ്പ് 100 രൂപയ്ക്ക്. അപ്പോൾ ടോട്ടൽ നമുക്ക് കോസ്റ്റ് വന്നിട്ട് 260 രൂപയ്ക്ക് നമ്മൾ 3 സാധനം എടുത്തു. സോ 200 രൂപയ്ക്ക് 3 സാധനം എടുത്തു. യെസ് ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര എഫിഷ്യൻ്റ് ആയിട്ട് ഷോപ്പ് ചെയ്യുന്നത്.
കറങ്ങി എടുത്ത സാധനം നല്ല തന്നെയാണ്. ഞാൻ നോക്കി തന്നെ എടുത്തത്, പോക്കറ്റൊക്കെ നോക്കി. ഇല്ല ഗൈസ്, എനിക്ക് 80 രൂപയ്ക്ക് കോട്ട് വേറെ എവിടെ നിന്നും കിട്ടില്ല. വഴിതെറ്റി ഗൈസ്. നോക്കട്ടെ. അങ്ങനെ നമ്മള് പിന്നെ നോക്കാണ് സേവ് ചെയ്തോണ്ട് ഹാഫ് ജാക്കറ്റ്, ലൈക്ക് കൂടി പോലത്തെ ഹാഫ് ജാക്കറ്റ്, ഹാഫ് ആയിട്ട് വിന്റർ കളക്ഷൻ, സ്കേർട്സ് കൊള്ളാം. നല്ല നല്ല ഉണ്ട് നമ്മുടെ മനസ്സിൽ. നമ്മൾ അതുകൊണ്ട് നമുക്ക് എന്ത് വേണം എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നമ്മൾ ഇവിടേക്ക് വരാനായിട്ട്. അപ്ഡേറ്റ്, നമ്മൾ 50 രൂപയ്ക്ക് 2 കപ്പ് കൊടുക്കും. ആ ബയ്യ അവിടെ നിന്ന് മാറി ബെൽറ്റ് ഇങ്ങനെ നമ്മളെ പെട്ടെന്ന് പേടിപ്പിച്ച് ഞെട്ടിച്ച് അങ്ങനെയാണ് ഒരു ആൾക്കാരെ വിളിക്കാം. ആ കടയിലുള്ള ബയ്യ എന്നെ കണ്ടിട്ട് ഞാൻ അയ്യോ എന്ന് പറഞ്ഞു. അപ്പ ബയ്യ എന്ത് മോളെ വയ്യ വയ്യ. അപ്പൊ ആളൊരു വലിയ കവർ തന്നിട്ട് എൻ്റെ കുഞ്ഞു കുഞ്ഞു കവറുകളൊക്കെ ആ കവർ കിട്ടിയപ്പോൾ എൻ്റെ ആകെ 2 കവറാക്കി തന്നു. അങ്ങനെ ചില നല്ല മനുഷ്യന്മാർ. ക്യാഷമായി അപ്പൊ എനിക്കൊരു വലിയ കവർ. അവസാനം ജാക്കറ്റ് 200-ന് ജാക്കറ്റ് ഒരെണ്ണം വാങ്ങിച്ചിട്ട് നമുക്ക് നിർത്താം. ഇല്ല ഗൈസ്, നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചില്ല. കാരണം വലിയ നല്ല ജാക്കറ്റ് ഇല്ല. ഇൻ ദ സെൻസ് എൻ്റെ വലിയ സൈസുള്ളതുണ്ട് നല്ലത്, പക്ഷെ ഞാൻ ഒരെണ്ണത് വാങ്ങിച്ചു. പിന്നെ ഇവിടെ നല്ല കോട്ടുണ്ട്, ഞാനിവിടെ നോക്കില്ല കാരണം ഞാൻ ഓൾറെഡി കോട്ടെടുത്തു. സൂപ്പർ. ആ അവിടെ ജാക്കറ്റ് ഉണ്ടല്ലോ, ചോദിച്ചോക്കട്ടെ. ജാക്കറ്റ് കണ്ടു. ആ ഭയ്യ 900 സംതിങ് പറഞ്ഞു, ഞാൻ 200 പറഞ്ഞു. ഭയ്യ എന്നെ തിരിച്ചു വിളിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചു. ഒരാട്ടം തിരിച്ചു വിളിച്ചു, എന്നിട്ട് 500 പറഞ്ഞു. പക്ഷെ ഞാൻ തിരിച്ച് നടന്നു. 500 എൻ്റെ കയ്യിലില്ല. അപ്പൊ ഭയ്യ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ച് നടക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഇത്ര ദൂരം ആയതുകൊണ്ട് വിളിക്കുന്നൊന്നുമില്ല. ഇവിടെയുണ്ട് ജാക്കറ്റ്സ്. നോക്കട്ടെ. ഭയ്യ 200-ന് അവിടെ നിന്നും കിട്ടില്ല. ഞാൻ ചിലപ്പോൾ മറ്റേ വഴി എടുത്ത് തിരിച്ചു പോകേണ്ടി വരും. ആദ്യം 200-ത് കണ്ടില്ലേ, അവിടേക്ക് തിരിച്ചു പോകേണ്ടി വരും. അറിയില്ല, നോക്കട്ടെ. ഇവിടെയുണ്ട് ജാക്കറ്റ്. പക്ഷെ ഇങ്ങനത്തെ കടകളിൽ നിന്നും നമുക്ക് പൈസ കുറച്ച് തരാം, പാടാം. ഞാൻ നടന്ന് തിരിച്ച് അതേ വഴിയിലെത്തി. ഏതാ ജാക്കറ്റ് കണ്ട വഴിയിലല്ല, വഴി തെറ്റി. എൻ്റെ അടുത്ത് പറയാം ഇവിടുത്തെ വീഡിയോ എടുക്കാൻ. നല്ല നല്ല ജാക്കറ്റാണ്. പക്ഷെ എനിക്കിപ്പോൾ ആ ജാക്കറ്റൊന്നും വേണ്ട. എനിക്കിപ്പോൾ വേണ്ടത് ആതിര പ്രകാശ്. हाँ दोनों चला. डाल देना जरूर, ठीक है? हाँ डाल दूंगी. आपने कब देखा मैं वीडियो बनाना? अभी मैंने देखा था ना. हाँ ये अब बनाया दूसरा. अभी सबसे करवा दूंगा. ओह थैंक यू. वीडियो डाल देना जरूर, ठीक है? നമ്മൾ കറങ്ങി തിരിച്ച് ഇവിടേക്ക് തന്നെ വന്നു. അപ്പം നമ്മൾ ഇതിൽ കൂടെയാണ് നേരത്തെ പോയത്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് ഇനി പോകുന്നത്. ഞാൻ പറയണതല്ലേ മനസ്സിലാവുണ്ടോ? ഇവിടെ വഴി തെറ്റായിരുന്നു. പാവാട
नहीं भैया नहीं चाहिए भैया सामान भी गिर जाएगा നോക്ക് പാവാട നോക്ക് नहीं ये मैं पकड़ ആ ഭയ്ക്ക് ആ ഭയ്യുടെ ബാഗാണ് ഞാൻ കയ്യിൽ പിടിച്ച് നടക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോളൂ. നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി, ഇറങ്ങേണ്ട സ്ഥലത്തെത്തി, വേഗം എത്തി. വെറുതെ ഞാൻ വെറുതെ പറയാൻ പറ്റില്ല. ജാക്കറ്റ് നോക്കിയിട്ട് നടന്നത്, ജാക്കറ്റ് കിട്ടിയില്ല. ₹300 കൊടുത്ത് ഞാൻ ജാക്കറ്റ് വാങ്ങണം. ഇവിടെ വരെ ഞാൻ നടന്നു നോക്കിയിട്ട് ഇവിടെ നിന്ന് ജാക്കറ്റിലേക്ക് തിരിച്ചു പോയിട്ട് അയ്യോ नहीं चाहिए, नहीं चाहिए भैया, नहीं चाहिए भैया. नहीं ഞാനൊരു പാവാട വാങ്ങിച്ചു. എനിക്ക് പാവാടകളൊക്കെയാണ് കൂടുതൽ ഇടാൻ ഇഷ്ടം. പാൻറ് ഇടുന്നേക്കാളും ജീൻസ് ഇടുന്നേക്കാളും ഐ ആം എ സ്കേർട്ട് പേഴ്സൺ. പാവാടകളും ഉടുപ്പും ഒക്കെ ഇടാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാനൊരു പാവാട വാങ്ങിച്ചു. ഭയ്യ കിത്നെ കേസ് അങ്ങനെ നമുക്ക് ജാക്കറ്റ്സ് കിട്ടിയില്ല. നമ്മൾ സൈറോജയിൽ ഒഫീഷ്യലി പുറത്തിറങ്ങി. അങ്ങനെ നമ്മൾ ഇതിൻ്റെ വഴി കാണും. സരോജിനിൽ നിന്ന് ഒഫീഷ്യലി നമ്മൾ പുറത്തിറങ്ങി. നമ്മൾ കുറച്ച് ഷോപ്പിംഗ് നടന്നു. ജാക്കറ്റ് കിട്ടിയില്ല. ഒരു ഭയ്യ 800 പറഞ്ഞ കോട്ട് 300 വരെ എത്തിച്ചു. പക്ഷെ അതിനൊക്കെ കുറച്ചില്ല. വാങ്ങിക്കായിരുന്നു. ഇനിയിപ്പോൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. വീട്ടിൽ പോവാം. വ്ളോഗ് എടുക്കണോണ്ട് ഞാൻ മാസ്ക് ഇട്ടിട്ടില്ല. അതിന് ബ്ലോഗ് പോലെ. ഞാനാണെങ്കിൽ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഐ എം ഗുഡ് ഇൻ സ്റ്റാമിന. പക്ഷെ എനിക്ക് വീട്ടിലെത്തി ഒന്നിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തീരെ അങ്ങ് ഞാൻ വയ്യാണ്ടായിപ്പോയി. ഒന്നാമത്തെ കാരണം ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഒബ്വിയസ്ലി ഐ വാസ് വ്ളോഗിങ്. അതുകൊണ്ട് ഞാൻ മാസ്ക് ഇട്ടില്ല. അപ്പം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ വയ്യാണ്ടാവില്ലായിരിക്കും. അതായത് എനിക്ക് എക്സാമാണ്. അതുകൊണ്ടാണ് അമ്മ വിളിച്ചിട്ട് ഡ്രസ്സ് എടുക്കാൻ പോ എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ വഴി തെറ്റിയോ? ഇല്ല, നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നത്. ജാക്കറ്റ് കിട്ടാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഞാനെടുത്ത 2 ജാക്കറ്റും പൈസ ഇടുന്നോ അത് കിട്ടും. ഒരു പച്ച ജാക്കറ്റ് കണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പച്ച കളറ് പോയി വാങ്ങിക്കായിരുന്നു. അവിടെ ഞാൻ 2 വട്ടം കറങ്ങി എത്തിയതാ. പക്ഷെ ഞാൻ എന്നിട്ടും അത് എടുത്തില്ല. അതെടുക്കായിരുന്നു. ആ പച്ച ജാക്കറ്റ് എടുക്കായിരുന്നു. പിന്നെ അതൊരു ബ്ലാക്ക് കൈ വേറെ എടുക്കണം. ആ ജാക്കറ്റ് ഞാൻ എടുത്തിട്ടില്ല. ഒരു ഫുൾ ഞങ്ങളൊരു വയലറ്റ് കളർ ജാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആൻഡ് കളർ ഈസ് വയലറ്റ്. ആയിരുന്നു. എങ്ങനെയാണെങ്കിലും തണുപ്പടിക്കാണ്ടിരുന്നാൽ പോരെ. ആയിരുന്നു. That's it. വീഡിയോ
ഞാൻ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യട്ടെ. ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് വൈൻഡപ്പ് ചെയ്യും. കുറേ സാധനങ്ങൾ വാങ്ങിച്ച പോലെ തോന്നുന്നുണ്ടെങ്കിലും ആ കോട്ട് ഭയങ്കര 2 കോട്ടും വലുതായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തോന്നുന്നത്. ഈ ഒരു കവറിൽ ഈ മന്ദക്കം കവറിൽ ആകെ 2 കോട്ടുള്ളൂ. അപ്പോ വയ്യ. എൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ട്. ഞാൻ രാവിലെ ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് വയ്യാത്തത്. എനിക്കറിയില്ല ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന്. പിന്നെ എൻ്റെ ശബ്ദവും ഐ തിങ്ക് യു ഗൈസ്. ബസ് വന്നു ഗൈസ്. ബസ് താങ്ക് യു. ഞങ്ങൾ വരുമ്പോഴൊരു വാവ ഉണ്ടായിരുന്നു, തിരിച്ചു പോകുമ്പോഴൊരു വാവയുണ്ട് എൻ്റെ ഫ്രണ്ടിൽ. That was our vlog all about. Thank you for watching.